സങ്കീർത്തനം 8-ാം അധ്യായം 4-5 വാക്യം വളരെ ശ്രദ്ധയോടെ വായിക്കണേ. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്ത് മേന്മയുണ്ട്. അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത്. എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. മനുഷ്യനെ എത്ര ഉന്നതിയിലാണ് സ്വർഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നെന്ന് ഇതിലും മെച്ചമായി വിവരിക്കാൻ കഴിയില്ല. അത്ര സുന്ദരമായിട്ടാണ് അവിടുത്തെ ചിന്തയിൽ, ദൈവത്തിൻ്റെ ചിന്തയിൽ, ദൈവ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ള വ്യക്തി. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മനുഷ്യന് എന്ത് മേന്മയാണുള്ളത്. സ്നേഹമുള്ളവരെ, നമ്മുടെ പേര് വെച്ച് പറഞ്ഞു നോക്കിക്കേ, അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം റോബിനച്ഛന് എന്ത് മേന്മയാണുള്ളത്. നിങ്ങളുടെ പേര് വെച്ച് പറഞ്ഞു നോക്കിക്കേ, അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം എനിക്ക് എന്ത് മേന്മയാണുള്ളത്. ഒരു മേന്മയുമില്ല എന്ന് അടിവരയിടേണ്ടി വരും. ദൈവ തിരുമനസ്സിൻ്റെ വിഷയമാണ് നീ എന്ന് വചനം ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 8:4 എന്തൊരു വലിയ കൃപയുള്ള വചനമാണ്. അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത്. സ്വർഗത്തിൻ്റെ പരിഗണനയുടെ വിഷയമാണ് നിന്റെ പേര്. നമ്മുടെ ജീവിതം സ്വർഗം പരിഗണിച്ചു എന്നത് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ എത്ര ഔന്നത്യത്തിലാക്കിയിട്ടുണ്ട് എന്ന് ഓർക്കുക. ശേഷം കാണുകയാണ്, എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി, മാലാഖമാരെക്കാൾ ഒരല്പം താഴ്ത്തി, മഹത്വവും ബഹുമാനവും കൊണ്ട് അവിടുന്ന് മകുടമണിയിച്ചു. മഹത്വവും ബഹുമാനവും മനുഷ്യർ നൽകി നമ്മളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? സ്വർഗം നമ്മളെ ബഹുമാനിച്ചു എന്നൊറ്റ കാരണമാണ്. സ്നേഹമുള്ളവരെ, ഈ മനുഷ്യ ജീവിതം ഇത് ദൈവം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളതാണ്. നശിപ്പിച്ച് കളയാനുള്ളതല്ല മനുഷ്യ ജീവിതം. ഈ മനുഷ്യ ജീവിതം അർത്ഥവത്താണ്. സ്വർഗം തെരഞ്ഞെടുത്ത് സ്നേഹിച്ചതാണ് മനുഷ്യ ജീവിതം. ഈ മനുഷ്യനായിരിക്കുന്നതിൽ സ്വർഗം നിന്നെ വിളിച്ചടിപ്പിച്ചതിൻ്റെ കാരണം സ്വർഗം നിന്നെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രമുള്ള മഹിമ നിന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് സ്വർഗം കണ്ടു. നിന്നെ പരിഗണിച്ച് 1-ാം സ്ഥാനത്തേക്ക് സ്വർഗം നിന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പിന്നെ എന്തിന് നീ ഭയപ്പെടണം? സ്വർഗത്തിൻ്റെ പരിഗണനയുടെയും സ്വർഗത്തിൻ്റെ ചിന്തയുടെയും വിഷയമാണ് നിന്റെ പേര് എങ്കിൽ നീ എന്തിന് ഭയപ്പെടണം? സ്വർഗത്തെ സ്നേഹിച്ചു തുടങ്ങും മക്കളെ. ആമേൻ.